കനകക്കുന്ന് കൊട്ടാരത്തിൽ KSRTC മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്പോ 2025 എക്സ്പോ മോട്ടോർ എക്സ്പോ കാണാനെത്തിയതാണ്. ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ കഴിഞ്ഞ 21-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ട്രാൻസ്പോ 2025 22-ാം തീയതി മുതൽ 24-ാം തീയതി വരെ വിവിധ പരിപാടികളോടെ വിവിധ പ്രമുഖ കമ്പനികളുടെ വാഹന പ്രദർശനവും വിവിധ കലാകാരന്മാരുടെ കലാസന്ധ്യയും ഉൾപ്പെടെ അതിവിപുലമായ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു എക്സ്പോയിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ട്രാൻസ്പോ എക്സ്പോ കാണാനായിട്ട് കനകക്കുന്ന് കൊട്ടാരത്തിലേക്ക് വേഗം പോകുന്നു. ഞങ്ങൾ ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഒരു ബൂസ്റ്റ് ഇതിൻ്റെ മനസ്സിനൊരു ധൈര്യം പകർന്ന് അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ KSRTC അട്ടത്തിൽ നിന്ന് കരകയറാൻ തുടങ്ങി. ലാഭത്തിലേക്ക് ഞാൻ പറഞ്ഞില്ല, എത്ര കോടിയിലേക്ക് കൊണ്ടുവന്ന് ലാഭത്തിലേക്ക് കയറും. ഇപ്പോൾ എല്ലാ ആനുകൂല്യം കിട്ടും. ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യം കൊടുക്കാൻ സർക്കാർ നമ്മളെല്ലാം തരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ മേള സംഘടിപ്പിച്ചതിന് KSRTC ജീവനക്കാരെ കഴിയില്ല. ഇന്നലത്തെ ആ പെർഫോമൻസിന് കലാപരിപാടികൾ നടത്തിയ ഒരു സ്റ്റേജിലാണ്. ആദ്യം തന്നെ നമ്മൾ പ്രൊഫഷണൽസിനെ കൊണ്ടുവരുന്നതിനകത്ത് ആലോചിക്കുന്നത് ഞങ്ങൾ ജീവനക്കാർ ഒരു പ്രോഗ്രാം നടത്തട്ടെ, നല്ല നിലയിൽ സംഘടിപ്പിച്ചവരെ അഭിനന്ദിക്കുകയാണ്. ഫാൻസിയുടെ YouTube ചാനലിൽ പ്രചരണങ്ങളായിക്കോട്ടെ. ഇന്ന് വരെ KSRTCക്ക് ഇങ്ങനെ ഒരു അനുഭവം നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ഈ വേദിയിൽ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റുമെന്നും ഒന്നും കണ്ടിട്ടില്ല. അത് ഇന്നത്തെ ഈ ചുറ്റുപാടില് ഈ രണ്ടേ പേര് ഞാൻ എത്ര അവരെ പ്രശംസിച്ച് പറഞ്ഞാലും അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സത്യമാണ്. അപ്പോൾ നമ്മളോട് പറയാം, ഇന്ന് KD ഗണേഷ്കുമാർ മന്ത്രിയായി വന്നതുകൊണ്ട് അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദര തുല്യനായ ഒരാളുണ്ടായിട്ടും മാത്രമാണ് ഇതൊക്കെ കാണേണ്ടത്. യാത്ര ചെയ്യണമെന്ന് അഗ്രപാളികളിൽ തെളിയുന്നത് വെറുതെയല്ല. കഴിഞ്ഞ 85 വർഷത്തിലധികമായി മലയാളികളുടെ ശ്വാസനിശ്വാസങ്ങളിൽ ആനവണ്ടി എന്ന KSRTC ഉണ്ട്. പ്രളയത്തിലും കോവിഡിലും ആനവണ്ടി കേരളത്തിന് കുടയായി.